Majestic Jewelers, Tirur, Gold, Diamonds, Silver and Watches. ഇന്ത്യയുടെ പരമാധികാരം ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി GR അനിൽ. ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കാരണം ശക്തമായ ഭരണഘടനയാണെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറം MSB ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളതുകൊണ്ടാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. മലപ്പുറം MSB ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം എല്ലാ മേഖലകളിലും അഭിമാനകരമായ മുന്നേറ്റമാണ് രാജ്യം കാഴ്ചവെച്ചത്. ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ. എന്നാൽ വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കേണ്ടതുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ഘടനയും മൂല്യങ്ങളും നിലനിർത്താൻ കഴിയാത്ത പക്ഷം കൈവരിച്ച നേട്ടങ്ങളെല്ലാം പ്രയോജനരഹിതമായി തീരുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. മിക്കവാറും എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയത് ഒരേ കാലഘട്ടത്താണെങ്കിലും അവയിൽ പലതും ശിഥിലമാവുകയും ജനാധിപത്യം കൈവരികയും ചെയ്തു. എന്നാൽ ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പുകളുമെല്ലാം തകരാതെ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ശക്തവും മഹത്തരവുമായ ഭരണഘടനയാണ് അതിനുള്ള കരുത്ത് നമുക്ക് നൽകിയത്. അതിലെ വാക്കിലും അർത്ഥത്തിലും ജ്വലിക്കുന്ന ചൈതന്യം കെടാതെ കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിൽ നമുക്ക് കഴിയണമെന്ന പ്രത്യാശ നിങ്ങളോടും എല്ലാ ഇന്ത്യക്കാരോടും ഒപ്പം ഞാനും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് MSB പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. MSB അസിസ്റ്റന്റ് കമാൻഡന്റ് K രാജേഷ് പരേഡ് നയിച്ചു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ M പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി. MSB പ്രാദേശിക പോലീസ്, സായുധ റിസർവ് പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, NCC, SPC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് വിഭാഗങ്ങളിലായി 36 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. P ഉബൈദുള്ള MLA, അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാതപേരിയും നടന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് MSB പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു.
പ്രഭാതപേരിയിൽ ജേതാക്കളായവർക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ വിതരണം ചെയ്തു.